ഈ ചോദ്യം എന്ന് പറയുന്നത് ഒന്ന് ഇതൊരു എക്സ്പെരിമെന്റ് അല്ലെന്നല്ല. ഇപ്പം നമ്മളെല്ലാവരും വിചാരിക്കും ഒരു സ്ത്രീയുടെ ശരീരം കാണുമ്പോൾ നമ്മൾ പറയും അവളങ്ങനെ ഡ്രസ് ചെയ്തിട്ടല്ലേ, അവളങ്ങനെ ഇത് ചെയ്തിട്ടല്ലേ എന്ന്. യഥാർത്ഥത്തില് നമുക്ക് അവയവം കണ്ടാല് എവിടുന്നാണ് നമുക്ക് ടെൻഡൻസി ഉണ്ടാവുന്നത്? ശരിക്കും നമ്മുടെ കണ്ണിനെയാണോ മൂടേണ്ടത്, നമ്മുടെ വസ്ത്രത്തിനെയാണോ മൂടേണ്ടത്? ശരിക്കും മൂടേണ്ടത് നമ്മുടെ തലച്ചോറിനെയല്ലേ? നമ്മുടെ സെക്ഷൽ ഫീലിങ്ങും പ്ലഷറും എല്ലാം വരുന്നത് തലച്ചോറിൽ നിന്നാ, അല്ലാതെ അവയവം കണ്ടിട്ടല്ല വരുന്നത്. അവയവം കാണാനുള്ള ആ ഒരു റിയാലിറ്റിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മുടെ തലച്ചോറാ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ശരിക്കും ഒരാൾക്ക് അത്തരത്തിലുള്ള എക്സ്പീരിമെന്റ് ഉണ്ടാവണമെങ്കിൽ അയാളുടെ മനസ്സിൽ അത്തരത്തിലുള്ള ഓറിയന്റേഷൻ ഉണ്ടാവണം. എനിക്കൊരു ട്രാൻസ്വുമണുമായിട്ട് സെക്സ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ട്രാൻസ്വുമണുമായിട്ട് ബന്ധം സ്ഥാപിക്കണം എന്നുള്ളൊരു ടെൻഡൻസി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓറിയന്റേഷൻ അയാളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് അയാൾക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ വ്യക്തിക്ക് അവര് ചോയ്സ് ആയിരിക്കണം. എന്നെ പോലെ സൗന്ദര്യം ഇല്ലാത്ത ഒരാളോ ടോളായിട്ടുള്ള ഒരാളെന്നും ചിലപ്പോ ഒരു പുരുഷന് സാധിക്കത്തില്ല. ബട്ട് ഐ എം എ ട്രാൻസ് ഐഡന്റിറ്റി. പക്ഷെ ഞാനൊരു സ്ത്രീകളെ പോലെ ഉയരം കുറയുകയോ വലിയ ഷോൾഡർ ഇല്ലാത്ത ഒരാളോ കുറച്ചും കൂടി ബ്യൂട്ടി ഒക്കെ ഉള്ള ഒരാളൊക്കെ ആണെങ്കിൽ അയാളുടെ ചോയ്സ് ആയിരിക്കും. അല്ലെങ്കിൽ ഫെയർ ഉള്ള ഒരു ആളാണെങ്കിൽ അല്ലെ, അല്ലെങ്കിൽ കുറച്ചുകൂടി ബ്യൂട്ടി, വുമൺ ബ്യൂട്ടി എന്നൊക്കെ നമ്മള് എക്സ്പാൻഡ് ചെയ്ത് പറയുന്ന ഒരു ബ്യൂട്ടീനെയൊക്കെ ചെയ്യുന്ന ആളുകള്, അതൊക്കെയാണ്. അതൊരു എക്സ്പെരിമെന്റ് എന്നല്ല ഇതിനെ പറയുന്നത്. അത് ഓരോരുത്തരുടെ താല്പര്യമാണ്. അങ്ങനെ ചെയ്യുന്നവരുണ്ടായിരിക്കാം, ഐ ഡോണ്ട് നോ. പക്ഷെ ഭൂരിപക്ഷം ആൾക്കാരും താല്പര്യപൂർവ്വം വരുന്നവരുണ്ട്. കാരണം താല്പര്യപൂർവ്വം അല്ലാതെ അവര് നമ്മളോട് അപ്രോച്ച് ചെയ്യത്തില്ലല്ലോ. ചിലര് വളഞ്ഞ വഴി ചോദിക്കുന്നവരുണ്ട്. അപ്പൊ വളഞ്ഞ വഴി ചോദിക്കുന്നവർക്ക് അവര് വിചാരിക്കും എനിക്കിത് കേട്ടിട്ട് എന്തെങ്കിലും ഇറിറ്റേഷൻ ആവും, എനിക്കിത് അല്ല. നമ്മളിതുപോലെ ആയിരക്കണക്കിന് ചോദ്യമായിട്ട് കേട്ടോണ്ടിരിക്കുക. അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ മെസ്സേജ് അയക്കുമല്ലോ. അപ്പോൾ ഇവര് ഹായ്, സുഖമാണോ, എന്താണ് വിശേഷം, പിന്നെ ചോദിക്കുന്നത് ഇപ്പം ഇവിടെ താമസം, ഇപ്പം എന്ത് ചെയ്യുന്നു, പിന്നെ അവർ ചോദിക്കുന്നത് ഭക്ഷണം കഴിച്ചോ, ഉറങ്ങിയോ, ഇപ്പം എന്താ, ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. ഈ ക്വസ്റ്റ്യൻ അവര് പലരോടും ചോദിച്ചിട്ടുണ്ടായിരിക്കാം, പലതരം മറുപടി ആയിരിക്കും അവർക്ക് കിട്ടുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ക്വസ്റ്റ്യൻ എഗെയിൻ ചോദിച്ചുകൊണ്ടിരിക്കല്ലോ ഓരോരുത്തരും. അങ്ങനെ വളഞ്ഞ രീതിയിൽ ചോദിക്കുന്നതാണ്, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങനെ ചോദിച്ചാൽ മതി ചെയ്തല്ലേ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കണം. വളഞ്ഞ വഴി ചോദിക്കുമ്പോ അതിനൊത്തിരി സമയമെടുക്കും. നമുക്ക് അവരോട് ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും. നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കാൻ തന്നെ മടിയാണ്. ഒന്ന് നമുക്ക് ഒത്തിരി ഡേറ്റിംഗ് ആപ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇവര് വിചാരിക്കുന്നത് സെക്സ് ആണ്. ഡേറ്റിംഗ് ആപ്പിലുള്ള സ്ത്രീകളോ മറ്റ് ജെൻഡറിൽപ്പെട്ട ആളുകളോ ഒക്കെ ആ ഡേറ്റിംഗ് ആപ്പിൽ ഇവര് അക്കൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് മാത്രമാണെന്ന്. അപ്പം ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിന് ഒത്തിരി വേരിയേഷൻസ് ഉണ്ട്, ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട്. അതൊന്നും മനസ്സിലാക്കാതെ നേരെ ഈ അപ്രോച്ചബിൾ ആണ്. അപ്പൊ ഇവര് ഒത്തിരി ക്വസ്റ്റ്യൻ ചോദിച്ച് കഷ്ടപ്പെട്ടിട്ട് ഇവര് ചോദിക്കുന്നത്, അവരതിന് ഒത്തിരി സമയം എടുക്കും. അപ്പൊ നമ്മള് ഓപ്പൺ ആയിട്ട് പറയും, നിങ്ങൾക്ക് എന്താ കാര്യം, നിങ്ങൾ ഇത്രയും വിഷമിക്കേണ്ട, സ്ട്രെയിറ്റ് ആയിട്ട് കാര്യം ചോദിക്കൂ. നോ അല്ലെങ്കിൽ നോ പറയും, യെസ് എങ്കിൽ യെസ് എന്ന് പറയും. ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒത്തിരി ട്രാൻസ് സുഹൃത്തുക്കളും പറയും ഇവരെന്ത് ഇങ്ങനെ, ഞങ്ങള് കൂടെ നിൽക്കുന്ന ചർച്ചയിലൊക്കെ എന്താണ്. അപ്പം ഇവരെപ്പോഴും പറയുന്നത് ഭയങ്കര ലിറ്ററലി ഹൈ ആയിട്ടുള്ള ഒരു സമൂഹത്തിന്റെ പ്രതിനിധികളാണല്ലോ ഈ പറയുന്ന പുരുഷൻ അല്ലെങ്കിൽ ഈ ആൺ സമൂഹത്തിലുള്ള ആളുകൾ. പക്ഷെ അവർക്ക് ഒരു ചോദ്യം ചോദിക്കാൻ പോലും പേടിയാണ് അവർക്ക്. അത്രയും ഭയമുള്ള പുരുഷന്മാരവിടെയുള്ളവര് കുറെ പേര്. നേരിട്ടത് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒത്തിരി പേരോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റയിലേക്കാളും ഫേസ്ബുക്കിലാണ് എനിക്ക് ഫോളോവേഴ്സ് കൂടുതൽ. എൻ്റെ ബ്ലോക്ക് ലിസ്റ്റ് നോക്കിയാൽ ഒത്തിരി കാണാം. അത്രയധികം പേര് എനിക്ക് ബ്ലോക്ക് ചെയ്യേണ്ടി വന്നു. അത്രയും സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ? ഡെഫിനറ്റ്ലി. അതെനിക്ക്, ഞാൻ 2000 ബാംഗ്ലൂർ പോകുന്നത്. അപ്പൊ 2000 ബാംഗ്ലൂർ പോകുമ്പോ അതൊരു വലിയൊരു നഗരവും വേറൊരു ഏരിയ. അപ്പൊ ഞാൻ അവിടെ വെച്ചിട്ട് എന്നെ തിരിച്ചറിയുന്നത്, കാരണം എന്നെ റിയലൈസ് ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുന്നുണ്ട്. എന്നെ പോലുള്ള മനുഷ്യരെ എനിക്ക് ആദ്യമായിട്ട് കാണാൻ സാധിച്ചത് അവിടെയാണ്. എനിക്കിഷ്ടമുള്ള വസ്ത്രം ധരിച്ചത്, ഞാൻ ലിപ്സ്റ്റിക് ഇട്ടത്, ഞാൻ ചിരിച്ചത്, ഞാൻ ആടിയത്, ഞാൻ നൃത്തം ചെയ്തതൊക്കെ അവിടെയാണ്. അപ്പൊ അന്ന് ആ നാട്ടില്
നമ്മളോട് റെസ്പെക്റ്റ് ഉണ്ട്. ഒന്ന് അവിടെ അതൊരു നഗരമായതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ലൈഫിൽ ഇടപെടാനുള്ള സമയമില്ല, ആർക്കൊരു സമയമില്ല. അതുകൊണ്ട് തന്നെ അവിടെ പെൺകുട്ടികളും ആൺകുട്ടികളും മറ്റേത് ജെൻഡറിൽപ്പെട്ട ആളുകളൊക്കെ വളരെ ഫ്രീഡം അനുഭവിച്ച് ജീവിച്ച ആളുകളാണ്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഇതൊന്നും വലിയ പ്രശ്നമേ അല്ല. പിന്നെ അവിടെ ഇതിനൊക്കെ സൗകര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്തൊക്കെ പബ്സ് ഉണ്ട്. പിന്നെ അവിടെ MG റോഡിലൊക്കെ സെക്സ് വർക്കിന് കുട്ടികൾ നിൽക്കും. പിന്നെ അവിടെ ബ്രോത്തൽസ് ഉണ്ട്, ഹമാംസ് ഉണ്ട്. ഇപ്പൊ ഈ ഹമാംസും ബ്രോത്തൽസ് ഒക്കെ അവിടുത്തെ ഏരിയ പോലീസിന്റെ ലൈസൻസോട് കൂടിയിട്ടാ അവരവിടെ ചെയ്യുന്നത്. അപ്പം ഈ ഹൈവേസിലൊക്കെ ബ്രോത്തൽസ് എന്തിനാച്ചാല് ഈ ട്രക്കിലൊക്കെ വരുന്ന ആളുകള് ഡ്രൈവേഴ്സിനൊക്കെ കുളിപ്പുരകൾ എന്നാണ് ഹമാം എന്ന് പറഞ്ഞ അർത്ഥം. അപ്പൊ ഈ കുളിപ്പുരകളിൽ അവര് വിശ്രമിക്കാനും മസാജിങ് ചെയ്യാനൊക്കെ ആയിരുന്നു. പോകെയാണ് അത് സെക്സ് ക്രൂസിങ് സൈറ്റുകളാവുന്നത്. അപ്പൊ അവിടെ ഒരു ഏരിയയിൽ തന്നെയാണ്, അവിടെ വീടുകളുണ്ട്, പബ്ലിക് ഒക്കെ ഉണ്ട്. പക്ഷെ അവിടെ ആണുങ്ങൾ വന്ന് അത് ചെയ്തു പോവും. ഇവിടത്തെ പോലെ സദാചാരം ഒന്നും പറയത്തില്ല. അങ്ങനെ അവർക്കറിയാം എത്ര പൈസ അത് ചോദിക്കും അവര്, പൈസ ഇത്ര സമയം പോകും. ശീതൾ ആ സമയത്ത് പോയത് 2000 ഇവിടെ ഇപ്പൊ നമ്മളിപ്പോ പറയും നമ്മൾ ഭയങ്കര പുരാമനാണ്. ഒന്ന് സ്ലീവ്ലെസ് ഇട്ടിട്ട് ഒന്ന് മറൈൻ ഡ്രൈവിൽ പോയി നോക്കൂ നിങ്ങൾ. അല്ലെങ്കിൽ ഒന്ന് 6 മണി കഴിഞ്ഞതിന് ശേഷം ഒന്ന് എറണാകുളത്ത് ഏതെങ്കിലും മെട്രോ സ്റ്റേഷന്റെ അടുത്ത് പോയി നിന്ന് നോക്കൂ. നിങ്ങളെ വീട്ടിൽ കൊണ്ടാക്കാളുണ്ടാവും. എവിടേക്ക് പോണേന്ന് ചോദിക്കും. ഭയങ്കര നോട്ടായിരിക്കും. നോട്ടം പോട്ടെ, നമ്മുടെ പേഴ്സണൽ ലൈഫിലേക്ക് വരും അവര്. എവിടേക്കാ പോണേ, ലേറ്റ് ആയോ, കൊണ്ടുവന്നാക്കണോ, ലിഫ്റ്റ് വേണോ, ഇത് അനുഭവിക്കുന്നതുകൊണ്ടാ. അപ്പൊ ഞാൻ ബാംഗ്ലൂർ താമസിച്ചിരുന്ന സമയത്ത് തന്നെ ഞാൻ ഇലക്ട്രോണിക് സിറ്റി താമസിച്ചിട്ടുണ്ട്, ശിവാജി നഗർ താമസിച്ചിട്ടുണ്ട്, കലാശിപ്പാളയൊക്കെ താമസിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ IT ആയതുകൊണ്ട് അവിടെ 24 hours പെൺകുട്ടികളും പുരുഷന്മാരും സ്ത്രീകളൊക്കെ ഓപ്പണാ. അവിടെ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ വാഹനങ്ങൾ വരും, ചിലരൊരു ഡ്രൈവ് ചെയ്ത് പോവും. അപ്പൊ രാത്രിയൊക്കെ അവര് പോവും, പകലൊക്കെ പോവും. അവിടെ ഒന്നും മെട്രോ സ്റ്റേഷന്റെ അടുത്തൊന്നും ഒരാളും ചെന്നിട്ട് എന്താ ലേറ്റ് ആയി ചോദിക്കും അവര്, ഇല്ല, നെവർ. പക്ഷെ ഇവിടെ ചോദിക്കും. അത് എറണാകുളത്ത് പോലും അത് ചോദിക്കുന്നുണ്ടെങ്കിൽ ബാക്കി സിറ്റീസില് അല്ലെങ്കിൽ ബാക്കി ഡിസ്ട്രിക്റ്റിലൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളതായിരുന്നു എന്റെ ആലോചന. അപ്പൊ നമ്മള് പുരോഗമനപരമായി എന്നുള്ളത് പറയുന്നുണ്ടെങ്കിൽ പോലും എവിടെയാണെന്നുള്ളത് ഒരു ചോദ്യമാണ്. എവിടെയാണ് നമ്മുടെ ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒരു എംപവർമെന്റ്? അത് പല ജെൻഡറുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ബട്ട് ഈ പറയുന്ന ആളുകൾക്കൊരു ഭയമുണ്ട്. ആഫ്റ്റർ എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷം, സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം അതുപോലെ ആക്ടുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ, അവർ സിനിമകൾ, അവർ മൂവ്മെന്റുകൾ, ഇപ്പം WCC പോലുള്ള മൂവ്മെന്റുകൾ, മീറ്റു പോലുള്ള മൂവ്മെന്റുകളൊക്കെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പെൺകുട്ടിയുടെ അടുത്ത് എന്ത് ചോദിക്കണം, ഒരു പെൺകുട്ടിയുടെ അടുത്ത് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ അപ്രോച്ചബിൾ ആവണം എന്നുള്ളത് ഇവിടുത്തെ ആ ഒരു മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റിക്ക് അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവര് ഭയങ്കര കൺഫ്യൂഷനിലാണ്. അതേസമയം അവര് ഭയങ്കര ഇതിലാണ്, ഒരു ശ്രദ്ധയാണ്, അവർക്ക് ശ്രദ്ധിക്കണം എന്നുള്ളൊരു ആലോചനയുണ്ട്. കാരണം നമ്മൾ ഒത്തിരി കേസുകൾ ഈ അടുത്ത കാലത്ത് കാണുന്നുണ്ടല്ലോ, പ്രതികരിക്കുന്ന പെൺകുട്ടികൾ സോഷ്യൽ മീഡിയയില്, പോലീസിന്റെ അടുത്ത്, ബസ്സിലൊക്കെ പെൺകുട്ടികൾ പ്രതികരിക്കുകയാണ്. പണ്ട് അങ്ങനെയായിരുന്നില്ല അല്ലെ? ഇപ്പൊ പണ്ട് നടിമാര് പറയുന്നിട്ടുണ്ട്, ഞങ്ങളുടെ കാലത്തൊക്കെ ഇത് ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾ അതിന് വിട്ട് കളഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ കാലത്തൊന്നും ഇത് പ്രശ്നമില്ല. പക്ഷെ ഞങ്ങളുടെ കാലത്തെ പോലെ അല്ലേ ഈ കാലം. ഈ കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ തിരിഞ്ഞാലും നമ്മുടെ ചുറ്റും എന്തുണ്ട്, ഒരു ദർശിനിയുണ്ട്, ഒരു സൂക്ഷ്മദർശിനിയുണ്ട്. നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ ആരുടെയൊക്കെയോ ഒരു വാച്ചിങ്ങിലാ അല്ലെ, ചുറ്റും ക്യാമറയുണ്ട് അല്ലെ. അപ്പം നമ്മളെപ്പോഴും സൂക്ഷിക്കണം. ഡെഫിനറ്റ്ലി നമ്മൾ എപ്പോഴും ഒരു ശ്രദ്ധിക്കണം. നമ്മുടെ സോഷ്യൽ മീഡിയ, നമ്മുടെ ബാങ്ക് അക്കൗണ്ട്, നമ്മുടെ സ്ഥലം എല്ലാം ഒരു എന്താ പറയാ സർവൈവൽ സിസ്റ്റത്തിലാണ് ശരിക്കും.